സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഉള്ളത്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമുണ്ട്. വാർത്തയുടെ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ തുടരും. കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യബന്ധനത്തിനടക്കം നിയന്ത്രണമുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അടുത്ത 5 ദിവസവും കൂടി അതിശക്തമായിട്ടുള്ള മഴ തന്നെ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നിപ്പോൾ 2 ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് റെഡ് അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നത്തെ ദിവസം നൽകിയിരിക്കുന്നത്. അതിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് 9 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും നിലനിൽക്കുന്നുണ്ട്. നാളെയും അതുപോലെ തന്നെ അടുത്ത വരുന്ന 4 ദിവസത്തെയും മുന്നറിയിപ്പുകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ നാളെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഈ 5 ദിവസവും കൂടി അതിശക്തമായിട്ടുള്ള മഴ തന്നെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് നൽകിയിരുന്ന വിലക്ക് ഇപ്പോഴും തുടരുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 31 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ തീരദേശവാസികളും മലയോര നിവാസികളും ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലൊക്കെ താമസിക്കുന്നവർ, അതുപോലെ തന്നെ കുന്നിന്റെയും മലയുടെയും ഒക്കെ താഴെ അടിവാരങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. മണ്ണിടിച്ചിൽ സാധ്യത ഒക്കെ തന്നെ നിലവിൽ പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണം, അധികൃതരുടെ നിർദ്ദേശാനുസരണം എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നതാണ്. അതിശക്തമായ കാറ്റ് പ്രതീക്ഷിക്കാം. കടലിൽ മോശം കാലാവസ്ഥ പ്രവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ അനുസരിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ പൊതുജനം പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മലയോര മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ നദികളുടെയും പുഴകളുടെയും ഒക്കെ അരികിൽ താമസിക്കുന്നവർ അത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. പുഴകളിലൊക്കെ തന്നെ ഒഴുക്ക് പൊടുന്നനെ വർദ്ധിക്കാനുള്ള സാധ്യത ഇപ്പോൾ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള മുൻകരുതലുകൾ കൂടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം വരെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ പുലർച്ചെയും അതുപോലെ തന്നെ അതിരാവിലെയും ഒക്കെ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നിപ്പോൾ കാലാവസ്ഥ അല്ലെങ്കിൽ മഴ മാറി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതേസമയം മറ്റ് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുക തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ജില്ലകൾക്ക് മാത്രമാണ് ഇതുവരെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ടുള്ള റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കോഴിക്കോട്, വയനാട്, അത് കൂടാതെ തന്നെ ഇടുക്കി ജില്ലകളിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സൂര്യ, നിലവിൽ മഴ തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും നിരവധിയായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മഴയുടെ സാഹചര്യം എങ്ങനെയാണ്? വിവരങ്ങൾ.
വൃന്ദ, പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തി പ്രാപിക്കും എന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാലവർഷം തുടങ്ങിയ ദിവസം മുതൽ തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും ഈ മഴയോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മഴക്കെടുതികൾ ഈ കാറ്റുകൊണ്ടും മഴയാലും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. KSEBക്ക് ഉൾപ്പെടെ വലിയ നാശനഷ്ടം ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് KSEB തന്നെ കഴിഞ്ഞ ദിവസം അറിയിക്കുകയുണ്ടായി. വലിയ കാറ്റുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ റോഡിന്റെ ഇരുവശവും ഒക്കെയുള്ള മരങ്ങളും മരച്ചില്ലകളും ഒക്കെ ഒടിഞ്ഞു വീണ് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ അത്തരത്തിൽ വലിയ മരങ്ങൾ ഉൾപ്പെടെ മഴ തുടങ്ങിയ സമയത്ത് തന്നെ കടപുഴകി വീഴുകയും വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ പലർക്കും ഈ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഒക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ ജനങ്ങൾ അത് കൃത്യമായിട്ട് അധികൃതരെ അറിയിക്കുകയും ക്യാമ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അത് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ളവർ ഉടനടി സ്വീകരിക്കുകയും വേണം എന്നുള്ളത് കാലവർഷം എത്തുന്ന സാഹചര്യത്തിൽ തന്നെ നൽകിയ നിർദ്ദേശമാണ്. അതുപോലെ തന്നെ എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും എല്ലാ വകുപ്പുകൾക്കും അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനുകൾക്കും താലൂക്കുകൾക്കും ഒക്കെ നൽകി കഴിഞ്ഞു റവന്യൂ വകുപ്പ് എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴ അതിതീവ്രമായിട്ട് തുടരുന്ന സാഹചര്യങ്ങളിൽ എന്ത് അടിയന്തര ഘട്ടമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും അത് ഉടനടി ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിലും മഴ അതിശക്തമായിട്ട് തന്നെ തുടരും. പടിഞ്ഞാറൻ കാറ്റ് അതിശക്തമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലും അതിതീവ്രമായിട്ടുള്ള മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഈ മുന്നറിയിപ്പിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മഴയോടൊപ്പം ശക്തമായിട്ടുള്ള കാറ്റും ഇടിമിന്നലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴ തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ജാഗ്രത പൊതുജനം പാലിക്കണം. കൃത്യമായിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കാനുള്ള ഒരു മനസ്സ് ആളുകൾ കാണിക്കണം എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണഗതിയിൽ ഈ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാലും ആ പ്രദേശത്ത് നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു വിമുഖത പല ആളുകളും കാണിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് അത്തരത്തിൽ എന്ത് സാഹചര്യം ഉണ്ടായാലും അവിടെ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കേണ്ടതാണ് എന്നുള്ള കർശന നിർദ്ദേശം തന്നെ വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അധികം ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതും അധികൃതരോട് പറഞ്ഞ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതും നിലവിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഇതുവരെ 2 ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ 3 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും 9 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ശരി, വ്യക്തമാണ് സൂര്യ. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ 5 സെന്റിമീറ്റർ തുറന്നതിനാൽ കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ